അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത് 11 മണിയോ മറ്റായിരുന്നു. പക്ഷെ അത് രാഹുകാലമായതുകൊണ്ട് ഡോക്ടർ എ.ആർ. മേനോൻ 20 മിനിറ്റ് വൈകിയാണ് എത്തിയത്. അപ്പോൾ എല്ലാവരും എ.ആർ. മേനോന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ രാഹുകാലം കഴിഞ്ഞിട്ടേ വരുമെന്ന് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം EMS ഇങ്ങനെ എല്ലാവരോടും സമയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ എത്രയും സമയം എത്ര. അപ്പോൾ അന്ന് EMSൻ്റെ അതിൽ വാച്ചില്ല. അപ്പം ആ സമയത്ത് പവനൻ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു കൊടുത്തൊരു ഫെവർലൂബ വാച്ച് അന്ന് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായിട്ട് പവനൻ തന്നെ ഊരി ഈ EMSനെ വാച്ച് കെട്ടിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അന്ന് മുതൽ പവനൻ വളരെ വ്യത്യസ്തനായിരുന്നു. പവനൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ തന്നെ സജീവമായിട്ട് നിൽക്കുമ്പോൾ തന്നെ പലപ്പോഴും ഞങ്ങളൊക്കെ തന്നെ ആരോപിക്കപ്പെട്ടിട്ടുള്ള യാന്ത്രിക യുക്തിവാദികൾ അല്ലെങ്കിൽ പാരമ്പര്യ യുക്തിവാദികൾ ഈ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനോപകാരപ്രദമായിട്ടുള്ള പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു യുക്തിചിന്തയോടുകൂടി ഇടപെടുന്ന ആളായിരുന്നു പവനൻ. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് സെക്സ് വർക്കേഴ്സിനെ സംഘടിപ്പിച്ചത് പവനനാണ്. സെക്സ് വർക്കേഴ്സിൻ്റെ കേരളത്തിൽ ഏതാണ്ട് ഒരു 15-20 വർഷം മുന്നേ ആദ്യമായിട്ട് പരസ്യമായിട്ട് സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് പോലെ കൂടിയപ്പോൾ അതിനകത്ത് പങ്കെടുത്ത ഒരുപക്ഷെ ഏക പ്രമുഖ സാഹിത്യകാരൻ സാംസ്കാരിക പ്രവർത്തകൻ പവനായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിൽ വ്യക്തമായിട്ടൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അന്ന് IG ആയിരുന്ന സെൻട്രൽ സോൺ IG ആയിരുന്ന P. കൃഷ്ണമൂർത്തി അദ്ദേഹം ഇവിടെ ഒരു സ്വർണ്ണക്കടയുടെ പരിപാടി, അദ്ദേഹം ഒരു സ്വർണ്ണക്കട പുതുതായിട്ടൊരു ALS മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ഈ കൃഷ്ണമൂർത്തിയാണ്. അദ്ദേഹം ഒരു IPSകാരനാണ്. പക്ഷെ അദ്ദേഹം ആ വേദിയിൽ സദസ്സിലിരുന്നു കൊണ്ട് പവനെ വളരെ ശക്തമായിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയും പോലീസുകാർ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് ഒരു പരിധിവരെ കുത്തിരി പിടിച്ച് പുറത്താക്കുന്നൊരവസ്ഥ ഈ തൃശ്ശൂരിലുണ്ടായി. പിന്നീട് അദ്ദേഹം അന്നത്തെ വിമൻസ് കമ്മീഷൻ തന്നെ അതേക്കുറിച്ച് പരാതിപ്പെടുകയുണ്ട്. എന്തുകൊണ്ടെന്നാൽ അന്ന് മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരു ALSനകത്ത് സ്ത്രീകളുടെ ചാരിത്രം പരിശോധിക്കുന്ന ഒരു ALS പോലും അതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ ആ ALS കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യയുടെ ചാരിത്രത്തെക്കുറിച്ച് നമ്മൾക്ക് അറിയാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള അതിപ്പോഴും ആ സാധനം തൃശ്ശൂരിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു വന്നത് ഇക്കാര്യത്തിലും വളരെ പരസ്യമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഇതൊക്കെ തെറ്റാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിലൊക്കെ തന്നെ നമ്മൾ പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിലൊക്കെ തന്നെ എവിടെയും എത്തി നിൽക്കുന്നത് ഒരു മതത്തിൻ്റെ ഒരു ജാതിയുടെ ഒരു ദൈവസങ്കല്പത്തിൻ്റെ ഒക്കെ തന്നെ പിൻബലത്തിലാണ് ഇതുപോലുള്ള സാധനങ്ങൾ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടുകയും ഇതുപോലുള്ള ഈ പറയുന്ന എഴുത്തിനിരുത്തൽ പോലുള്ള അസംബന്ധങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു മതത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒക്കെ തന്നെ ബലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യധാര രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകർ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അതിന് ഓശാന പാടുകയും ചെയ്യും. ഇവിടെയൊക്കെ തന്നെയാണ് പവനൻ്റെ ഒരു പ്രസക്തി നമ്മൾ കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം തിരിച്ചറിയേണ്ടത്. പലപ്പോഴും പവനൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അത്രയ്ക്ക് സമഗ്രമാണ്, അത്രയ്ക്ക് വൈവിധ്യമുള്ളതാണ്. അപ്പം തന്നെ പക്ഷെ അതൊന്നും തന്നെ കേരളത്തിൽ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടാത്തത് പവനൻ ഒരു യുക്തിവാദി ആയതുകൊണ്ട് മാത്രം. അതുകൊണ്ട് നമ്മൾ യുക്തിവാദി എന്ന് പറയുന്നത് പലപ്പോഴും ഈ വലിയ ബുദ്ധിജീവികളുടെയൊക്കെ തന്നെ ആക്ഷേപത്തിന് പാത്രമാകുന്ന ഒരു ആശയമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു, ഒരു പരിധിവരെ മാറിയിരിക്കുന്നു. പക്ഷേ ഇന്ന് വളരെയധികം തിരിച്ചറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം മതത്തിനെതിരായിട്ടുള്ള സമരത്തിലൂടെ മാത്രമേ, മതത്തെ നമ്മൾക്ക് തകർത്തുകൊണ്ട് മാത്രമേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് പാശ്ചാത്യ ലോകം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഇന്ന് നമ്മൾ പൊതുവെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ മതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ടാണ്. ഏറ്റുമുട്ടൽ പല രീതിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ കേരളത്തിൽ ലോകത്തിലുണ്ടായിട്ടുള്ള മത തീവ്രവാദത്തിൻ്റെ ഒക്കെ തന്നെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന മതസങ്കല്പവും മതവിശ്വാസവും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് ശേഷം യഹൂദന്മാർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുന്നത് അവരുടെ പ്രാചീനമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു ദൈവസങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് യഹോവയിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഏതാണ്ട് AD 70 റോമ സാമ്രാജ്യത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ട അല്ലെങ്കിൽ അന്ന് ഛിന്ന ഭിന്നമായി പോയ ഈ യഹൂദർക്ക് സ്വന്തമായിട്ട് അവരുടെ വാഗ്ദത്ത ഭൂമി വേണമെന്നുള്ള അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസം പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ അവരത് യാഥാർത്ഥ്യമാക്കിയപ്പോഴാണ്
വേറെ പുതിയ പലസ്റ്റൈനിലായിട്ട് ബന്ധപ്പെട്ട തീവ്രവാദവും സമരവും ഒക്കെ ഉടലെടുക്കുന്നത്. തുടക്കമെന്ന് പറയുന്നത് ജൂതന്മാരുടെ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ജൂതന്മാർ മറ്റുള്ള അവരൊക്കെ തന്നെ ജൂതന്മാർ ഏറ്റവും വലിയ അല്ലെങ്കിൽ അവർ പ്രത്യേക വിഭാഗമാണെന്നും അവർ ദൈവത്തിൻ്റെ പ്രത്യേക ആളുകളാണെന്നും പരിഗണന അറിയിക്കുന്ന ആളുകളാണെന്ന് അവർ തന്നെ വിശ്വസിക്കുകയും അവർ തന്നെ കുറേ ആചാരങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാലറിയാം, മുഹമ്മദ് സ്വീകരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ സുന്നത്ത്, ഹലാല്, അത് പർദ, അതുപോലെ തന്നെ പന്നിമാംസം കഴിക്കാതിരിക്കുക, ഇതൊക്കെ തന്നെ യഹൂദരുടെ ആചാരങ്ങളായിരുന്നു. അതിൽ നിന്ന് പകർത്തിയ മുഹമ്മദ് അത് പകർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന അല്ലെങ്കിൽ സമൂഹവുമായിട്ട് വ്യതിരിക്തമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഞാൻ ജൂതന്മാരെ നേരിട്ട് പലരെയും കണ്ടിട്ടുള്ള ആളാണ്. നമുക്ക് അവരെ ഈ ജൂതന്മാരെ നേരിട്ട് കണ്ടിട്ടുള്ള എത്ര ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് ജൂതന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ വിദേശത്തൊക്കെ കുറേ നമ്മുടെ യുക്തിവായ സംഭവമായിട്ടുള്ള പരിപാടികളും അല്ലാതെയൊക്കെ യാത്ര ചെയ്തപ്പോഴൊക്കെ ജൂതന്മാർ ഒരുപാട് കാണാനിടയായിട്ടുണ്ട്. ഇത്രമാത്രം ജാതി ചിന്ത ഉള്ള ആളുകൾ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇവൻ്റെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോകും. അതുപോലെ തന്നെ ഈ മുസ്ലിങ്ങളൊക്കെ ഹലാൽ ചെയ്ത ആഹാരം, നമുക്കറിയാം നമ്മുടെ ഇവിടെ ഹലാൽ ഫുഡേ അവർ കഴിക്കുകയുള്ളൂ. ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു പോത്തിനെ വെട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആടിനെ അറക്കുന്നതിന് മുമ്പ് ചെവിയിൽ അവ്യക്തമായിട്ട് എന്തോ പറയുന്ന ഒരു പരിപാടിയാണ് ഈ ഹലാൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ജൂതന്മാർ അവർ ഈ ഹലാലിന് പകരം ഉപയോഗിക്കുന്ന കൗഷർ ചെയ്യാമെന്നാണ്. കൗഷായിട്ട് മീറ്റ് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൗഷർ എന്ന് പറയുന്ന അവരുടെ മതപുരോഹിതൻ അവർ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അവർ അറുത്ത മാംസം മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. കൗഷർ ചെയ്ത ഇറച്ചി എന്ന് പറയും. അതിനെങ്കിൽ അവർ സത്യസന്ധരായതുകൊണ്ട് നമ്മളൊരു ഹോട്ടലിൽ ചെന്നിട്ട് ഈ ഒരേ ഡിഷ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജൂതൻ കഴിക്കുന്ന ആഹാരത്തിന് ഇതിന് 3 ഇരട്ടി വിലയായിരിക്കും ഒരേ സാധനത്തിന്. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ അവർ കോഷർ ചെയ്ത ഇറച്ചിയാണ് കഴിക്കുന്നത്. ഈ കോഷർ ചെയ്യുന്ന ആളുകൾ അവരുടെ ഇടയിൽ വളരെ ചുരുക്കമാണ്. വളരെ ദൂരെ നിന്ന് പ്ലെയിനിലും അല്ലെങ്കിൽ ദൂരെ നിന്ന് കാറിലും മറ്റും കൊണ്ടുവന്നിട്ടാണ് അവരുടെ ആളുകൾ ഈ മതപരമായിട്ടുള്ള ഈ കോഷറിങ് നടത്തുന്നത്. അപ്പം അതിൻ്റെ പൈസ കൂടി ഇതിൻ്റെ ഇറച്ചിയോട് കൂട്ടും. അപ്പോൾ അത്രയും 3 ഇരട്ടി പൈസ കൊടുത്താണ് അവൻ ആഹാരം. അത്രയ്ക്ക് മാത്രം പ്രാകൃതമാണ് യഹൂദൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഈ സുന്നത്തിൻ്റെ കാര്യത്തിൽ നമ്മളറിയാം, കഥയിൽ യേശുക്രിസ്തു പോലും സുന്നത്ത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു വളർന്നു എന്ന് പറയുന്ന ഒരു ജൂതൻ്റെ വീട്ടിലാണ്. ജോസഫ് ഒരു ജൂതനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നീട് ആ മതം എന്നുണ്ടെങ്കിൽ അതുപോലെ സമൂഹത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാതെ ഒരു പട്ടണത്തിൽ ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ യഹൂദന്മാരൊക്കെ പ്രത്യേക സ്ഥലത്ത് താമസിക്കുകയുള്ളൂ. അവർ വേറെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് താമസിക്കില്ല. അവരൊന്നിച്ച് ഒരു പ്രത്യേക വിഭാഗമായിട്ട് ഒരു പ്രത്യേക കോളനിയായിട്ടാണ് താമസിക്കുകയുള്ളൂ. ഇതൊക്കെ തന്നെ ഇസ്ലാമിനും ഈ പറയുന്ന ദുസ്വഭാവങ്ങളൊക്കെ തന്നെ വളരെയധികം അവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. അവരൊക്കെ സ്വായത്തമാക്കിയിട്ടുണ്ട് ഈ യഹൂദന്മാരിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മതവും ഇങ്ങനെയുള്ള മതങ്ങൾ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന മതങ്ങൾ, ഈ മതങ്ങൾക്കെതിരെ വലിയ ശക്തമായിട്ടുള്ള ഒരു സമരം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിട്ടുള്ള ആളാണ് പാകിസ്ഥാൻ. നമുക്കറിയാം, നമ്മുടെ 22ാം സംസ്ഥാന സമ്മേളനത്തിൽ കോഴിക്കോട് വെച്ചിട്ട് അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗത്തിൽ, ആ പ്രസംഗമാണ് ഞാനാണ് വായിച്ചത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അന്നത്തെ ഓർമ്മകളൊക്കെ കുറച്ച് തന്നെ കുറയുകയും സംസാരം അത്രയ്ക്ക് ഫ്ലുവൻ്റ് ഇല്ലാത്ത രീതിയിലായി കഴിഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വാചകമുണ്ട് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ, മതത്തിൻ്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ മതപുരോഹിതന്മാർ അല്ലെങ്കിൽ മതസ്ഥാപകരെ വിമർശിച്ചാൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമെന്ന് 92-ലോ 93-ലോ നടന്ന 96-ൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം എഴുതി തയ്യാറാക്കി പ്രസംഗിച്ചു. അപ്പം അന്ന് ഈ സിവിക് ചന്ദ്രനാണെന്ന് തോന്നുന്നു, അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിൽ ഒരു ലേഖനം എഴുതി, ഈ പൗരനൊക്കെ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, മതത്തിൻ്റെ പേരിൽ അങ്ങനെ കൊലപാതകം കേരളത്തിൽ നടക്കുമെന്ന് പറയാൻ അത്രമാത്രം ബൗഢ്യം കേരളത്തിലെ ഒരു സാംസ്കാരിക നായകന് ഉണ്ടായിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ വളരെ ആക്ഷേപിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ടി ജെ ജോസഫിൻ്റെ കൈ നഷ്ടപ്പെടുകയില്ല. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് ഈ തീവ്രവാദത്തിൻ്റെ ഈ മൗലികവാദത്തിൻ്റെ ഒക്കെ തന്നെ ആഫ്റ്റർ നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി മുന്നേ അത് തിരിച്ചറിയുകയും അത് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ഞാൻ കൃത്യവാചകങ്ങൾ ഓർക്കുന്നില്ല, അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹം ഒന്ന് ഉന്നമിച്ചിട്ടുള്ളത് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ തന്നെയാണ്. ന്യൂനപക്ഷങ്ങളുടെ തീവ്രവാദം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ മൗലികവാദം വ്യക്തമായിട്ട് തിരിച്ചറിയണമെന്ന് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾക്കറിയാം, നമ്മൾ മുന്നോട്ട് വെച്ച 2 മുദ്രാവാക്യങ്ങളിൽ ഒന്ന് മതം ഉപേക്ഷിക്കൂ മനുഷ്യനാകൂ, മതങ്ങൾ മണ്ണടിയട്ടെ മനുഷ്യർ ഒന്നാകട്ടെ. ഈ 2 മുദ്രാവാക്യങ്ങൾ വ്യത്യസ്ത സമ്മേളനങ്ങളിൽ സമ്മേളന മുദ്രാവാക്യങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന സമിതി നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച് നമ്മൾ പ്രചരിപ്പിച്ച മുദ്രാവാക്യങ്ങളാണ്. മതങ്ങൾ മണ്ണടിയട്ടെ മനുഷ്യർ ഒന്നാകട്ടെ, മതം ഉപേക്ഷിക്കൂ മനുഷ്യനാകൂ. ഈ മുദ്രാവാക്യങ്ങൾ അന്നൊക്കെ തന്നെ
ഒരു സ്വീകാര്യത കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ആ മുദ്രാവാക്യങ്ങൾ പലപ്പോഴും പലരുടെയും ഫേസ്ബുക്കിലെയും അതുപോലെ തന്നെ വാട്സപ്പിലും തന്നെ ഹാഷ്ടാഗുകളായിട്ട് ഇത് പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ അഭിമാനിക്കുക, നമ്മൾ വലിയ കാര്യം പറയുകയല്ല. പക്ഷേ ഈ മതമൗലികവാദത്തിൻ്റെ, മതതീവ്രവാദത്തിൻ്റെ, മതഭീകരവാദത്തിൻ്റെ ഒക്കെ തന്നെ ഒരു വരവ് നമ്മൾ തിരിച്ചറിഞ്ഞത് എന്നുള്ളത് നമ്മളുടെ മാത്രം ഒരു പ്രത്യേകതയല്ല. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള ആർക്കും അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ സലാം മടക്കുമ്പോൾ എന്ന് പറയുന്ന ലേഖനവുമായിട്ട് KEN കേരള സമൂഹത്തിൽ എത്രമാത്രം വിഷലിപ്തമായിട്ടാണ് ഒരു മത ആശയം ഇൻ്റർപ്രറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരു ഖുറാൻ എന്ന് പറയുന്ന ഒരു കവിത പോലെ വായിക്കേണ്ട പുസ്തകമാണെന്നും ഇതൊക്കെ തന്നെ കവിതയാണോ കഥയാണോ എന്നല്ല, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അമുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മളറിയാം. നമ്മൾ കേരളത്തിലെ ഡോക്ടർ NM മുഹമ്മദ് അലി, അദ്ദേഹം മരിച്ചിട്ട് 3 വർഷമേ ആയുള്ളൂ. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു, IMAയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ മുഹമ്മദ് അലി എഴുതിയ മുഹമ്മദ് എന്ന മനുഷ്യൻ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായ വളരെ സൂചനയോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഞാനതിൻ്റെ കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഇതൊന്നും തന്നെ കേരള സമൂഹം മനസ്സിലാക്കില്ല. നമ്മളൊരു മതത്തിനെതിരാണ്. സംഘടിത മതം എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് റിലീജിയൻ ഇസ് എ ക്രൈം എന്നാണ് പാശ്ചാത്യ ലോകത്തിൽ പുതിയ ചിന്താഗതി. ഓർഗനൈസ്ഡ് റിലീജിയൻ ഇസ് എ ക്രൈം. മതത്തിൻ്റെ പേരിൽ സംഘടിക്കുന്നത് സാമൂഹ്യപരമായിട്ടുള്ള കുറ്റമാണ്. ഒരുപക്ഷെ ആ ചിന്തകളൊക്കെ തന്നെ ഏകദൈവ വിശ്വാസമാണ് ഒരുപക്ഷെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് യൂറോപ്പിൽ, അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത് എന്നുവരെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏകദൈവ വിശ്വാസമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുള്ളത്, സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മതം എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമോ അല്ലെങ്കിൽ അത് കുടുംബത്തിൻ്റെയോ കാര്യമായ പ്രശ്നമില്ല. പക്ഷേ സമൂഹത്തിനും ഭരണകൂടത്തിനും വിദ്യാഭ്യാസ മേഖലയിലും മതം പാടില്ല എന്ന് പറയുന്ന ചിന്ത അത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണ്. സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ്, ഭരണത്തെയും മതത്തെയും വേർതിരിക്കുക എന്ന് പറയുന്ന ആശയം ഫ്രാൻസിലൊക്കെ തന്നെ ഉടലെടുത്തത് ഈ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ മതവും രാഷ്ട്രീയവും ഇടകലരാൻ അനുവദിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പരിമിതമായിട്ടുള്ള ജനാധിപത്യം പോലും അപകടത്തിലാകും എന്നുള്ളതിന് വലിയ സൂചനകൾ, കൃത്യമായ തെളിവുകൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ പവനൻ്റെ ഓർമ്മയിലുള്ള സെക്യുലർ അവാർഡ് നമ്മുടെ ഹമീദ് സാർ നമ്മൾ നൽകുന്നത്. ഹമീദ് സാർ വ്യക്തിപരമായിട്ട് വിശ്വാസിയായിരിക്കാം, പക്ഷെ അതല്ല പ്രശ്നം. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനെതിരല്ല, യുക്തിവാദമല്ല. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ സെക്യുലറിസത്തിന് ശരിയായിട്ടൊരു മലയാളം വാക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നർത്ഥം. നമ്മുടെ ഭരണഘടനയിൽ പോലും സെക്യുലറിസം എന്ന വാക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ 42ാം ഭേദഗതിയുടെ ഭാഗമായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇത് കൂട്ടിച്ചേർക്കും. സെക്യുലറിസം എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ എന്താണ് സെക്യുലറിസം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം അവിടെ നൽകിയിട്ടില്ല. എന്നാൽ പോലും സെക്യുലറിസത്തിന് കൃത്യമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ മതത്തിൻ്റെ പേരിൽ എന്ത് തോന്നിയാസവുമാവാം. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവോ നമ്മുടെ പ്രധാനമന്ത്രിയോ മരിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ബൈബിളും കുറേ നേരം ഖുറാനും കുറേ ഗീതയും വായിച്ചാൽ സെക്യുലറിസം ആകുമെന്ന് പറയുന്ന വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു നിലപാടാണ് പലപ്പോഴും ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള ആളുകൾക്ക് സെക്യുലറിസത്തെ കുറിച്ചുള്ളത്. ഗീതയും ഖുറാനും അതുപോലെ ഭഗവത്ഗീതയും മാറി മാറി വായിക്കുക എന്നുള്ളതല്ല സെക്യുലറിസം. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഭരണഘടനയിൽ പറയുന്നുണ്ട്, മതത്തിൻ്റെ പേരിൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഒന്ന് പറയുന്നത് സർക്കാർ ഫണ്ട് പൊതുഖജനാവിൽ നിന്ന് ഒരു പണം ഈ മതത്തിന് വേണ്ടി, മതപ്രചരണത്തിന് വേണ്ടി ചെലവാക്കാൻ പാടില്ല എന്നുള്ളൊരു തത്വമാണ്. നമുക്ക് വ്യാഖ്യാനിക്കും. അത് വെച്ചിട്ടാണ് ഹജ്ജ് സബ്സിഡി നമ്മൾ എതിർത്തതും പിന്നെ അലഹബാദ് ഹൈക്കോടതി ഹജ്ജ് സബ്സിഡി നിർത്തലാക്കണമെന്ന് പറഞ്ഞതും സുപ്രീം കോടതിയിൽ കേസ് എത്തിയതും ഇപ്പോൾ ഏതാണ്ട് ഹജ്ജ് സബ്സിഡി നിർത്തലാക്കുന്ന കാര്യത്തിലേക്ക് ഗവൺമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. ഈ ഹജ്ജ് സബ്സിഡി എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ഇന്ത്യയിലെ പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗം കോൺഗ്രസിൽ നിന്ന് അകന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് അവരെ സ്വാധീനിക്കുവാനായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഏർപ്പെടുത്തിയതാണ് ഹജ്ജ് സബ്സിഡി. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഹജ്ജ് സബ്സിഡിക്ക് കാര്യമായിട്ടുള്ള വർധനവ് വരുത്തിയിട്ടുള്ളത് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ ഒരു രാഷ്ട്രീയമായിട്ട് ഹജ്ജ് സബ്സിഡി മാറ്റി. പക്ഷേ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഹജ്ജ് സബ്സിഡി ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം അങ്ങനെ സബ്സിഡി മേടിച്ച് പോകേണ്ട ഒരു മതപരമായിട്ടുള്ള ചടങ്ങല്ല ഹജ്ജ് എന്ന് പറയുന്നത്. സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ കാശ്, സ്വന്തം മകൻ്റെ അധ്വാനിച്ചുണ്ടാക്കിയ കാശോ അല്ലെങ്കിൽ പിതാവ് അധ്വാനിച്ചിട്ട കാശോ കൊണ്ടുപോലും ഹജ്ജിന് പോകാൻ പാടില്ല എന്ന് ഖുർആൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെയൊക്കെ ഇത്രമാത്രം ഈ മതവും രാഷ്ട്രീയവും ഭരണകൂടവും ഇത്രമാത്രം കെട്ടിമറിഞ്ഞു കിടക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ശുദ്ധമായിട്ടുള്ള സെക്യുലറിസത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആ സെക്യുലറിസത്തിന് ഇന്ത്യയിൽ കേരളത്തിൽ വലിയ തോതിൽ
ഒരിടമുണ്ടാക്കി കൊടുത്ത എഴുത്തുകാരനാണ് പ്രൊഫസർ അമിത് ചന്ദ്രമകലു. അദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, ഏതാണ്ട് 3 വർഷം മുമ്പ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ അന്ന് കേരള യുവജന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് നടന്ന ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ സംസ്ഥാന കാലഘട്ടമാണ് അത്, അന്ന് ഞാൻ വളരെ പരസ്യമായിട്ട് പറഞ്ഞു, ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങനെ മലപ്പുറം ജില്ല കടന്നിങ്ങനെ പാലക്കാട്ടിലേക്ക് എത്തുന്നു, ഒരു കടകളും തുറന്നിട്ടില്ല. അന്ന് ഡിവൈഎഫ്ഐക്കാർ ആദ്യമായിട്ട് ഈ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ കാലഘട്ടമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ ഒരു കഞ്ഞി ഫെസ്റ്റിവൽ നടത്തുന്നില്ല? എന്തുകൊണ്ട് അതിൽ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞ പൗരൻ്റെ മൗലികമായിട്ടുള്ള അവകാശമാണ്. കടയ്ക്ക് ലൈസൻസ് എടുത്ത് കട തുറന്നാൽ അയാൾ ഏത് സമുദായക്കാരനാണെങ്കിലും ഒരു മാസം ഒന്നും തന്നെ കട അടച്ചിടാൻ ഒരു ലൈസൻസ് സമ്പ്രദായം അനുവദിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ വളരെ ഒരു പരിധിവരെ ഈ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കട തുറന്നു കഴിഞ്ഞാൽ അവരെ പണം കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസം കട നടത്തിയാൽ എത്ര പൈസ എടുത്തേ പിടിച്ചോ, കട തുറക്കരുത്, ആ രീതിയിലാണ് ഈ റംസാനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം അന്നാണ് അദ്ദേഹം ചോദിച്ചത്, എന്തുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർക്ക് ഒരു കഞ്ഞി ഫെസ്റ്റിവൽ നടത്തിക്കൂടാ? വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കോഴിക്കോട് കഴിഞ്ഞ മെയ് മാസത്തിൽ ബീഫ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ആഹാരം കഴിക്കാതെ പോയി. എന്തുകൊണ്ടെന്നാൽ നൊയമ്പായിരുന്നു. അതുപോലെ തന്നെ അന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത മിശ്രഭോജനത്തിന് 100ാം വാർഷികം സർക്കാർ പരിപാടി അന്ന് ചെറായിൽ നടത്താൻ ഇരുന്ന പരിപാടി മുഖ്യമന്ത്രിയുടെ അസൗകര്യം കാരണം എറണാകുളം ടൗൺ ഹാളിലാണ് നടത്തിയത്. അന്ന് വലിയ രീതിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി അവിടെ. പക്ഷേ അറിയപ്പെടുന്ന ഒരു മുസ്ലിം നേതാക്കന്മാർ പോലും അന്ന് ആഹാരം കഴിച്ചില്ല. എന്നാൽ CPM-ന്റെ വലിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും ആഹാരം കഴിച്ചില്ല. ഇത്രമാത്രം ഒരു പ്രീണനം, അതൊക്കെ തന്നെ ഒരു പരസ്യമായിട്ടുള്ള പ്രീണനമാണ്. ഈ പറയുന്ന ആളുകൾക്ക് രഹസ്യമായിട്ട് നോമ്പ് കാലത്തും ആഹാരം കഴിക്കുന്നവരാണ്. പക്ഷേ ഇന്നെന്താ അവസ്ഥ? ഒരു സർക്കാർ ഓഫീസിൽ അല്ലെങ്കിൽ വലിയ ഓഫീസുകളിൽ ഏതെങ്കിലും മുസ്ലിം ആണോ പെണ്ണോ നോമ്പ് കാലത്ത് ആഹാരം കഴിച്ചാൽ പിറ്റേ ദിവസം 4 മുസ്ലിങ്ങൾ അവരെ ഒന്ന് വളയും, അവരെ ഒരു സോഷ്യൽ പ്രഷറിന് വിധേയമാക്കും. അത്രയ്ക്ക് മാത്രം ഒരു സംഘടിതമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ കാരണം ആനുകാലികമായിട്ട് അതിന് പ്രസക്തി ഉള്ളതുകൊണ്ടാണ്. ഞങ്ങൾ പലപ്പോഴും യുക്തിവാദികൾ ഇസ്ലാമിനെ കുറച്ച് കൂടുതൽ വിമർശിച്ചാൽ പിന്നെ ദിവസം കാണുന്നത് സംഘി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിച്ചാൽ പിന്നെ അവൻ അറസ്റ്റുകാരനായി. ഞങ്ങൾക്ക് അങ്ങനെ ഭയമൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. ഈ മതങ്ങളൊക്കെ തന്നെ അസമ്മതങ്ങളാണെന്നും ഈ മതവിശ്വാസം എന്ന് പറയുന്നത് കേവലം മനോനിഷ്ഠമാണെന്നും വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കത്തില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പവൻ സാറിനെ അനുസ്മരിക്കുമ്പോൾ പവൻ സാർ മുന്നോട്ട് വെച്ച കേരള യുവജന സംഘം ഒരു സെക്യുലർ അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. പവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെക്യുലർ സയൻസ്, സെക്യുലർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടനടി നമുക്കറിയാം, നമ്മൾ തൃശ്ശൂരിൽ 35 ലക്ഷം രൂപ മുടക്കി ഒരു 5.25 സെന്റ് സ്ഥലവും ചെറിയൊരു വീടും നമ്മൾ കരനാട്ടുകരയിൽ മേടിച്ചിട്ടുണ്ട്. അതിന് റിനോവേഷൻ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. 2018 തന്നെ ഉദ്ഘാടനം നടക്കും. അതോടുകൂടി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള പവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെക്യുലർ സ്റ്റഡീസ്, ആ സ്ഥാപനം കേരളത്തിൽ നമുക്കറിയാം യുക്തിവാദം എന്ന് പറയുന്ന പേര് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല കോളേജുകളിലും സ്കൂളുകളിലും നമുക്ക് കയറിച്ചില്ല കഴിയില്ല. പക്ഷേ പവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെക്യുലർ സ്റ്റഡീസ് നമ്മൾ സെക്യുലറിസം എന്ന് പറയുന്നത് കോളേജിൽ സ്കൂളുകൾ പഠിപ്പിക്കണമെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള വളരെ കാലമായിട്ടുള്ള നമ്മുടെ ഒരു ഡിമാൻഡുണ്ട്. സെക്യുലറിസം എന്ന സ്കൂൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്, പക്ഷേ നമ്മുടെ കോളേജുകളിലൊന്നും സെക്യുലറിസത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയായിരുന്ന മതമില്ലാത്ത ജീവൻ 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠം, അതിൽ വളരെ ഈ സെക്യുലറിസത്തെ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ആ പാഠപുസ്തകം അന്ന് പിൻവലിക്കപ്പെട്ടു. അന്ന് സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ അന്നത്തെ വൈസ് ചാൻസലറായിരുന്നിട്ടുള്ള പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് അത് പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളത് അതും നമ്മൾ കാണേണ്ട കാര്യമാണ്. ഏതായാലും ആ പാഠപുസ്തകം അന്ന് കേരളത്തിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം ന്യൂനപക്ഷ പ്രീണനമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ തന്നെ നമുക്കറിയാം. ഇന്ന് അപ്പോൾ മലപ്പുറം കേന്ദ്രം, കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു മലബാർ സ്റ്റേറ്റ് വേണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുമ്പോൾ അതിലൊക്കെ തന്നെ യൂത്ത് ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു ഔദ്യോഗിക അവരുടെ യുവജന വിഭാഗമാണ്. അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പ്രമേയം കൊണ്ടുവന്നത് യാദൃശികമാണെന്നോ അതിൻ്റെ നേതൃത്വം അറിയാതെയാണെന്നോ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂഢന്മാരാണ്. കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് പോകുന്നു, ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല. ഏതായാലും ഹമീദ് മാഷ് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മളൊരു എഴുത്തുകാരിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ആ ക്ലാരിറ്റിയാണ്. കാര്യങ്ങൾ പറയുമ്പോൾ വായിക്കുന്നവന് മനസ്സിലാക്കണം, അത് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കണം, അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയണം. ആ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ഞാനത്
വിശദമായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം എഴുതുന്ന ലേഖനങ്ങളൊക്കെ തന്നെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് മതം എവിടെ നിൽക്കണം, മതം എവിടെ നിർത്തണം, മതവിശ്വാസം എവിടെ നിൽക്കണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് പ്രസ്താവിക്കുന്നു. അത് നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന സൂചനയാണ്. നമ്മുടെ സമൂഹവും പൊതുസമൂഹവും ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളമൊക്കെ തന്നെ അടുത്ത കാലത്ത് തന്നെ അതിഭീകരമായിട്ടുള്ള മതകലാപങ്ങളിൽ ആ കലാപത്തിലൂടെ മാത്രമേ ജനം സെക്യുലറിസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയൂ എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭരണകൂടത്തിൻ്റെയും തീരുമാനമെങ്കിൽ നമ്മൾ വേറെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഈ അവാർഡ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ സെക്യുലർ ആശയത്തിൻ്റെയും അതിനു വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു ചെറിയ പ്രചോദനമാകുമെന്ന് കേരള യുക്തിവാദി സംഘത്തിന് പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഈ അവാർഡ് എന്ന് കൊടുക്കുന്നത് നമ്മുടെ മുൻ റവന്യൂ മന്ത്രി ശ്രീ കെ പി രാജേന്ദ്രനാണ്. അദ്ദേഹം ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം 5:10, 5:15 കൂടി എത്തിച്ചേരും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഉദ്ഘാടന പ്രസംഗം കൊണ്ട് ഞാൻ സ്വല്പം സമയം കൂടുതലെടുത്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കും.